ഈ സഭാകമ്പം എന്ന് പറയുന്നത് എന്താണ്? അത് മനസ്സിൻ്റെ ആൻഷൈറ്റിയിൽ നിന്ന് ഉത്കണ്ഠയിൽ കൂടെ വർക്കൗട്ട് ചെയ്യുന്നതാണ്. നമുക്കിപ്പോൾ ഒരു കാര്യം നമുക്ക് ഒരാളോട് വ്യക്തമായിട്ട് പറഞ്ഞ് ധരിപ്പിക്കാനോ അവതരിപ്പിച്ച് കാണിക്കാനോ പ്രയാസമില്ല. അതുപോലെയുള്ള വേറൊരാളോട് പറയാനും ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒന്നുമില്ല. പ്രസംഗിക്കുന്ന ആൾക്കാർക്ക്, പ്രസംഗിക്കാൻ താല്പര്യമുള്ള ഒരാളെ സംബന്ധിച്ച് അയാൾക്ക് ഇതുപോലെ ഒരു കാര്യം 100 പേരുടെ അടുത്ത് പോയി ഒരുമിച്ചല്ലാതെ സെപ്പറേറ്റായിട്ട് പറഞ്ഞു ധരിപ്പിക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ശരിയല്ലേ? എന്നാൽ ഈ അഭിനയത്തിൻ്റെ കാര്യമായാലും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ ഇപ്പോൾ ഒരു കാര്യം അവതരിപ്പിക്കുമ്പോൾ നമ്മൾ കാര്യങ്ങൾ എത്രയെല്ലാം പ്രകടമാക്കി അഭിനയിച്ച് അവതരിപ്പിച്ച് ഒരാളുടെ മുന്നിൽ കാണിക്കാൻ ബുദ്ധിമുട്ടില്ല. ഈ പ്രസംഗത്തിലായാലും അഭിനയത്തിലായാലും ഈ ആൾക്കാരെല്ലാം കൂടെ ഈ നമ്മൾ 100 പേരോടടുത്ത് സെപ്പറേറ്റായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഈ 100 പേരും കൂടെ ഫ്രണ്ടിൽ നമ്മുടെ ചെയറിൽ വന്നിരിക്കുകയാണെങ്കിൽ, നമ്മുടെ ഫ്രണ്ടിൽ ചെയറിൽ വന്നിരിക്കുകയാണെങ്കിൽ അവരുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ നമുക്ക് പേടിയാവും, സഭാകമ്പം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ ഇതിനെന്താണ് അടിസ്ഥാനം? 100 പേര് ഇവിടെ വന്ന് ഫ്രണ്ടിൽ ഇരിക്കുകയാണെങ്കിൽ അവരുടെ എല്ലാം മനസ്സുകൾ ഒരുപോലെയാണോ വർക്ക് ചെയ്യുന്നത്? നമ്മളൊരു കാര്യം പറയുമ്പോൾ അവരുടെ പ്രസൻസ്, ഫിസിക്കൽ പ്രസൻസ് അവിടെയുണ്ട്. പക്ഷേ നമ്മളൊരു കാര്യം പറയുന്നതിനെ അവരെല്ലാവരും വ്യത്യസ്തമായിട്ടാണ് ഉൾക്കൊള്ളുന്നത്. ഓരോരുത്തരുടെയും ചിന്ത ഓരോ രീതിയിലാണ് പോകുന്നത്. നമ്മൾ അവതരിപ്പിക്കുന്നതിനെ തന്നെ അവർ വിലയിരുത്തുന്നത് അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ അനുഭവങ്ങൾ, അവർക്ക് അതിനെക്കുറിച്ചുള്ള പ്രത്യേക കഴിവ് അല്ലെങ്കിൽ അതിലൂടെ അറിവ് എന്നതൊക്കെയായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ്. അപ്പം ഈ ആൾക്കാരിവിടെ ഫിസിക്കലി എല്ലാവരും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോഴും അവരെല്ലാം ഒരേ രീതിയിൽ ചിന്തിക്കുന്നില്ല. ഒരാൾക്ക് നമ്മളുടെ പ്രസംഗമോ അല്ല അഭിനയമോ ഇച്ചിരി മോശമായി തോന്നിയാൽ അതേ രീതിയിലായിരിക്കില്ല വേറൊരാൾക്ക് തോന്നുന്നത്. അവരെല്ലാം സെപ്പറേറ്റായിട്ട് തന്നെയാണ് അവരുടെ ബ്രെയിനുകൾ വർക്ക് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പലരുടെ അടുത്ത് പോയി ഇത് ഇൻഡിവിജ്വലായിട്ട് അവതരിപ്പിച്ച് കാണിക്കുകയോ പ്രസംഗിക്കുകയോ വ്യക്തമായി പറഞ്ഞു ധരിപ്പിക്കുകയോ ചെയ്യുന്ന അതേ കാര്യങ്ങൾ ഇവരെ എല്ലാവരും കൂടെ വിളിച്ചു കൂട്ടി അവരുടെ മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ നമുക്കെന്താണ്? ഗുണമാണോ ദോഷമാണോ? തീർച്ചയായിട്ടും ഗുണമാണ്. പക്ഷേ ഇവരെ എല്ലാം ഒന്നിച്ചു വന്നിരിക്കുമ്പോൾ നമുക്കിതിലൊരു പേടി തോന്നുന്നത് എങ്ങനെയാണ്? നമ്മൾ പറഞ്ഞതിൽ നിന്നും അത് വ്യക്തമാണ്. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാവരും ഫിസിക്കലി അവിടെ പ്രസൻ്റ് ആയാലും അവരുടെ ബ്രെയിനുകളും അവരുടെ മനസ്സുമെല്ലാം സെപ്പറേറ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യങ്ങളും ഇല്ല എന്നുള്ളതാണ് വസ്തുത.